ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചത്തെ മാർക്കറ്റ് വികാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ റെക്കോർഡ് ഹൈയിൽ റീച്ച് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം നല്ലൊരു റെസിസ്റ്റൻസ് ആണ് ആ റേഞ്ചുകളിൽ നിഫ്റ്റി നേരിട്ടത്. പിന്നീട് ഒരു കറക്ഷൻ മോഡിലേക്കായിരുന്നു നിഫ്റ്റി വന്നിരുന്നത്. എന്നിരുന്നാലും ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഫോം ചെയ്തൊരു പാറ്റേൺ ഫോർമേഷൻ ഡെയിലി ചാർട്ടിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ നിഫ്റ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റേഞ്ചുകളിൽ ഏകദേശം 12,700 730 ആ ഒരു റേഞ്ചുകളിൽ നിഫ്റ്റിക്ക് സപ്പോർട്ട് കിട്ടുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു റേഞ്ചിൽ. അതുപോലെ തന്നെ 12,970 ആ ഒരു റേഞ്ചുകളിൽ നിഫ്റ്റിയിൽ ഒരു റെസിസ്റ്റൻസും ഫോം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീക്ക്ലി പാറ്റേണിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്പിന്നിങ് ടോപ്പ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഡെയിലി ചാർട്ടിൽ ഒരു സപ്പോർട്ട് കിട്ടുന്നത് പോലെയും വീക്ക്ലി ചാർട്ടിൽ ഒരു ഇൻഡിസിറ്റീവായിട്ട് മാർക്കറ്റ് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വരുന്ന ആഴ്ച ഏകദേശം 12,730 12,970 ആ ഒരു ഉള്ളിലുള്ളൊരു ട്രേഡ് ആയിരിക്കും നിഫ്റ്റിയിൽ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിലൊരു കൺസോളിഡേഷൻ നമുക്ക് വരുന്ന ആഴ്ച നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും ഒരു കറക്ഷൻ നടന്നതിന് ശേഷം ഇന്നൊരു കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു ഡെയിലി ചാർട്ടിൽ ഫോം ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾക്ക് ഈ ഒരു റേഞ്ചിലുള്ള ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 28,565 ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് സോൺസ് ആയിട്ട് 27,700 നിലനിൽക്കുന്നു. അതുപോലെ തന്നെ 29,820 റേഞ്ചുകളിൽ ഒരു റെസിസ്റ്റൻസും ബാങ്ക് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഒരാഴ്ചയെ സംബന്ധിച്ചിടത്തോളം മന്ത്ലി എക്സ്പയറി വരാൻ പോവുകയാണ് ഈ വരുന്ന വ്യാഴാഴ്ച. അപ്പോൾ ആ ഒരു മന്ത്ലി ഓപ്ഷൻ്റെ മന്ത്ലി ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റുകൾ നിലനിൽക്കുന്നത് 12,000 റേഞ്ചുകളും അതേ തുടർന്ന് 12,500 ഈ ഒരു റേഞ്ചുകളിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ പുട്ട് ഓപ്ഷൻ സൈഡിൽ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കോൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ 3,000 റേഞ്ചുകളിലും തുടർന്ന് 3,500 റേഞ്ചുകൾ ഈ റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരാഴ്ചയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഏകദേശം 12,500 മുതൽ 3,000 ആ ഒരു റേഞ്ചിനുള്ളൊരു റാലി അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് ആയിരിക്കും ഈ വരുന്ന ആഴ്ച അനലിസ്റ്റുകളെല്ലാം തന്നെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചുകളൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അപ്പം ഈ വ്യാഴാഴ്ച നമുക്ക് മന്ത്ലി എക്സ്പയറി വരുന്നു. പിന്നെ അതുപോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സാഹചര്യങ്ങളും കൊറോണ വാക്സിനെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾ തന്നെയായിരിക്കും ഈ ഒരാഴ്ചയും മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് നിലനിൽക്കുന്നത്. ഇനി നമ്മൾ ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസിലേക്ക് വരികയാണെങ്കിൽ വെള്ളിയാഴ്ച US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവിലായിരുന്നു ട്രേഡ് ഉണ്ടായിരുന്നത്. കൊറോണയുടെ കേസസൊക്കെയാണ് കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി യൂറോപ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സൈഡ് വേ സെഷൻസ് ആയിരുന്നു അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കാണാനുണ്ടായിരുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്സഡ് ട്രെൻഡ് കണ്ടുവരുന്നു. SGX നിഫ്റ്റി 17 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് ക്ലോസ് ആയിരിക്കുന്നത്. രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് വേ സെഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ടഡ് സെഷൻസിനുള്ള സാധ്യതകളാണ് നമ്മൾക്ക് ഇന്ത്യൻ മാർക്കറ്റുകളിൽ കാണാനുള്ളത്. രൂപയുടെ മൂല്യം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ച ഡോളറിനെ അഗൈൻസ്റ്റായിട്ട് ഒരു ശക്തിപ്പെടുന്നതായിട്ട് കാണാനുണ്ടായിരുന്നു. 45 പൈസയുടെ ഉയർച്ച കഴിഞ്ഞ ഒരാഴ്ച രേഖപ്പെടുത്തി. അതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച നോക്കിക്കഴിഞ്ഞാൽ 10 പൈസയുടെ ഉയർച്ചയും ഉണ്ടായിരുന്നു. 74.16 ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് സപ്പോർട്ടീവായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ ഒരു നവംബർ മാസം ഇതുവരെയുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 46,000 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു മാസം വന്നിട്ടുണ്ട്. അതുമാത്രമല്ല വെള്ളിയാഴ്ച നമ്മൾക്ക് നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് കാണാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് വിത്ഡ്രോവൽ തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടുകളായിട്ട് നിലനിൽക്കുന്നു. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് വേ സെഷനെയും സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ റേഞ്ചുകളിലുള്ളൊരു റാലി നമ്മൾക്ക് ഈ വരുന്ന ആഴ്ച മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ നല്ല ഹൈ വോളിയത്തിൽ നിൽക്കുന്ന സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഭാരതി ഇൻഫ്രാടെലിന് വെള്ളിയാഴ്ച നല്ലൊരു റാലി കാണാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ നല്ല വോളിയത്തിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഐഡിയയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗുഡ് ന്യൂസുകൾ വരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ താരിഫ് ഹൈക്കിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതും. അപ്പോൾ അങ്ങനത്തെ ഒരു വാർത്തകളൊക്കെ വോഡാഫോണിനെ സംബന്ധിച്ചിടത്തോളം ഐഡിയയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് നിലനിൽക്കുന്നുണ്ട്. ടൈറ്റാനിൽ നോക്കിക്കഴിഞ്ഞാൽ ടൈറ്റാനിൽ നല്ല വോളിയം കാണുന്നു. അത് മാത്രമല്ല ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിലും ഒരു ബുള്ളിഷ് സൈഡ് കാണുന്നുണ്ട്. ഫെസ്റ്റിവൽ സീസണിൻ്റെ സെയിൽസൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു അപ് ട്രെൻഡിന് കാരണങ്ങളായിട്ട് നിലനിൽക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നല്ലൊരു സെയിൽസ് ഉണ്ടായി എന്ന രീതിയിലാണ് കമ്പനി ജ്വല്ലറി സെയിൽസിലൊക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നു എന്ന രീതിയിലുള്ളൊരു അനൗൺസ്മെൻറ്റുകൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ മൈൻഡ്രിയുടെ സ്റ്റോക്കുകളും ഒന്ന് ട്രാക്ക് ചെയ്യുക. നല്ല വോളിയത്തിൽ കാണുന്നുണ്ട്. അത് മാത്രമല്ല ഒരു കുറേ നാളായിട്ടൊരു കൺസോളിഡേഷൻ മോഡ് നിലനിൽക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾക്കുള്ള സാധ്യതകൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാം.
ഇനി അതുപോലെ തന്നെ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസും എൻ ടി പി സിയും 2 ദിവസങ്ങളിലായിട്ട് ഒരു അപ് ട്രെൻഡ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കും ഒന്ന് നോക്കുക. ഇനി അടുത്തതായിട്ട് ഇനി മിഡ് ക്യാപ്പുകളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾക്ക് അതിനകത്തും അമരരാജ ബാറ്ററീസ് ഒന്ന് ട്രാക്ക് ചെയ്യാവുന്നതാണ്. നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് കാണുന്നു. അതുപോലെ തന്നെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ അതും അത്യാവശ്യം നല്ല വോളിയത്തിലാണ്, 2 മടങ്ങ് വോളിയത്തിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ LIC ഹൗസിംഗ് ഫിനാൻസും ഒന്ന് ട്രാക്ക് ചെയ്യാവുന്നതാണ്. അതിലും നല്ലൊരു സിഗ്നൽസ് കാണാനുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ ക്വിസ് കോർപ്പിലും നല്ല വോളിയത്തിൽ ട്രേഡ് ആവുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്ക് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. പിന്നെ അടുത്തതായിട്ട് LIC ഹൗസിംഗ് ഫിനാൻസ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു അനാലിസിസ് നടത്തുക. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ടൈറ്റാനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചാർട്ടായിരുന്നു ഞാൻ പറഞ്ഞത്. അതായത് നല്ലൊരു ബുള്ളിഷ് സിഗ്നൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പ്രീവിയസ് ഹൈയിൽ നിന്നുള്ള ബ്രേക്കൗട്ടുകൾ ഈ ഒരു സ്റ്റോക്കിൽ കാണാനുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു റാലി, അതിനുശേഷം ഒരു കൺസോളിഡേഷൻ, വീണ്ടും അതിൽ നിന്നൊരു ബ്രേക്കൗട്ടുകളാണ് ടൈറ്റാനിൽ കാണാനുള്ളത്. NTPCയിലും നമ്മൾ പറഞ്ഞതുപോലെ 2 ദിവസങ്ങളിലായിട്ട് ഒരു ഡൗണിന് ശേഷം, ഒരു കറക്ഷന് ശേഷം ഒരു റാലി തുടരുന്നു. അടുത്ത ഒരു റെസിസ്റ്റൻസ് സോണുകൾ നോക്കിക്കഴിഞ്ഞാൽ 93.40 ആ ഒരു റേഞ്ചിലാണ് NTPCക്ക് ഒരു റെസിസ്റ്റൻസ് സോണുകൾ കാണുന്നത്. ഇനി അതുപോലെ തന്നെ മൈൻട്രേഡ് ചാർട്ടുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, കുറേ നാളുകളായിട്ടൊരു കൺസോളിഡേഷൻ മോഡിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇന്ന് നല്ലൊരു ബുള്ളിഷ് സിഗ്നൽ പ്ലോട്ട് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ഫോക്കസ് ചെയ്യുക ഈ ഒരു സ്റ്റോക്കിനെ. നമ്മൾക്ക് ഒരുപക്ഷെ ഒരു ട്രേഡിംഗ് പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. BHELയുടെ സ്റ്റോക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലും നമ്മൾക്ക് കുറേ നാളുകളായിട്ടൊരു കൺസോളിഡേഷൻ കാണുന്നുണ്ട് ഡെയിലി ചാർട്ടിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾക്ക് ഇതിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. 30 മുകളിലുള്ള ബ്രേക്കൗട്ടുകൾ നടക്കുന്നുണ്ടോ എന്നത് ഒന്ന് വാച്ച് ചെയ്യുക. ഇനി അതുപോലെ തന്നെ നമ്മൾ ITCയും അമരരാജ ബാറ്ററീസും ഒക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അതായത് ITC നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ എൻഡിലായിരുന്നു ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരുപക്ഷെ ഈ ഒരു പോസിബിലിറ്റി ITCയിൽ നിലനിൽക്കുന്നു. അമരരാജ ബാറ്ററീസ് ആ ചാർട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം അനലൈസ് ചെയ്തതായിരുന്നു. തീർച്ചയായിട്ടും ആ ചാർട്ടും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അനലൈസ് നടത്തിയ ശേഷം നാളെ തീർച്ചയായിട്ടും ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾക്ക് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം, NBFCകളെ സംബന്ധിച്ചിടത്തോളം RBIയുടെ ഭാഗത്തുനിന്ന് ഒരു ഗുഡ് ന്യൂസ് പോലത്തെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ, അതുപോലെ തന്നെ ആ ഒരു കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കുകയാണെങ്കിൽ 50,000 കോടിക്ക് മുകളിൽ അസറ്റ് സൈസ് ഉള്ള നല്ല രീതിയിൽ റണ്ണാവുന്ന നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾക്ക് ബാങ്കുകളായിട്ട് കൺസിഡർ ചെയ്യാനുള്ളൊരു കൺസിഡറേഷൻ കൊടുക്കാനായിട്ട് RBIയുടെ പാനൽ ഒരു കമൻട്രികൾ അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇവർ 10 വർഷം മാർക്കറ്റിൽ ഉണ്ടായിരിക്കുകയും വേണം. അങ്ങനെ 10 വർഷം നിലനിൽക്കുന്ന 50,000 കോടിക്ക് മുകളിൽ ആസ്തിയുള്ള നോൺ ബാങ്കിങ് കമ്പനികൾക്ക് ഒരു ബാങ്കുകളായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നു എന്ന രീതിയിലൊരു ന്യൂസ് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അതുമാത്രമല്ല, വേറൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ബാങ്കുകളുടെ പ്രൊമോട്ടേഴ്സിന് അവരുടെ 15% ഇപ്പോൾ RBIയുടെ ഗൈഡ് ലൈൻ പ്രകാരം ഹോൾഡിംഗ് വെക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്നും 26% ഉയർത്താനും അവരൊരു കൺസിഡർ ചെയ്യുന്നു എന്നൊരു അപ്ഡേറ്റുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പിന്നീട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു കൺസിഡറേഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തെ ട്രാക്ക് റെക്കോർഡുള്ള പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് സ്മോൾ ഫിനാൻസ് ബാങ്കുകളായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കൺസിഡറേഷനും അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലൊരു അപ്ഡേറ്റുകളാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾക്ക് ഇങ്ങനെയൊരു ബാങ്കുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ, അങ്ങനത്തെ ഒരു കൺസിഡറേഷൻ വരികയാണെങ്കിൽ, പ്രൈവറ്റ് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ 9 NBFC കമ്പനികളും പബ്ലിക് സെക്ടറിൽ 5 NBFC കമ്പനികൾക്കും ഇതൊരു ഗുണകരമായിട്ട് മാറും. പ്രൈവറ്റ് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ HDFC, ബജാജ് ഫിൻസർവ്, ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ്, L&T ഫിനാൻസ് ഹോൾഡിംഗ്, ഇന്ത്യാബുൾസ് ഹൗസിംഗ് ഫിനാൻസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻസ് സർവ്, ആദിത്യ ബിർള ക്യാപിറ്റൽ, മുത്തൂറ്റ് ഫിനാൻസ്, ചോളമണ്ഡലം ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം ഇത്രയും കമ്പനികൾക്കാണ് പ്രൈവറ്റ് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു ഗുണകരമായിട്ട് മാറാൻ പോകുന്നത്. പബ്ലിക് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ പവർ ഫിനാൻസ് കോർപ്പറേഷൻ, REC ലിമിറ്റഡ്, LIC ഹൗസിംഗ് ഫിനാൻസ്, PNB ഹൗസിംഗ്, ഹഡ്കോ, ഇത്രയും കമ്പനികൾക്കായിരിക്കും പബ്ലിക് സെക്ടറിലും ഇതൊരു ഗുണകരമായിട്ട് മാറാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു വരുന്ന കാലഘട്ടത്തിൽ വരുന്നൊരു കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മണപ്പുറത്തിനും ഇതൊരു ഗുണകരമായിട്ട് മാറാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അപ്രൂവൽ RBIൻ്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കമ്പനികൾക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് മാറും. അതുമാത്രമല്ല, ഈ ഒരു ന്യൂസ് വന്നതുകൊണ്ട് തന്നെ നാളെ ഈ ഒരു കമ്പനികളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തൊരു ഫ്യൂച്ചർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം റിലയൻസും ഫ്യൂച്ചർ ഗ്രൂപ്പിനും തമ്മിലുള്ള ആ ഒരു ഡീലിന് അതിനൊരു അപ്രൂവൽ കൊടുക്കുന്ന രീതിയിൽ CCIൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ആമസോൺ ഈ ഒരു ഡീലിന് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ അത് ആമസോണിന് ഒരു അടി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു CCIൻ്റെ ഭാഗത്ത് നിന്ന് വന്ന അനൗൺസ്മെൻറ്റുകളിൽ കാണാനുള്ളത്.
അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഡീൽ വന്നു കഴിഞ്ഞാൽ റിലയൻസ് റീറ്റെയിലിന് ഏകദേശം ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ 1800 സ്റ്റോറുകളിലേക്കായിരിക്കും ഒരു ആക്സസ് കിട്ടാൻ പോകുന്നത്. അതായത് ഏകദേശം 420 സിറ്റികളിലുള്ള അത്രത്തോളം വ്യാപിച്ചു കിടക്കുന്ന ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ ഒരു ബിസിനസ്സിനെ അതിലേക്കുള്ളൊരു ആക്സസ് ആയിരിക്കും റിലയൻസ് റീറ്റെയിലിന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് റിലയൻസ് റീറ്റെയിലിനും ഫ്യൂച്ചർ ഗ്രൂപ്പിനും ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് അല്ലെങ്കിൽ ഒരു ട്രേഡിങ്ങിനുള്ള ഒരു പോസിബിലിറ്റികളെങ്കിലും കാണാനുള്ള സാധ്യതകൾ ഈ ഒരു ന്യൂസിൽ കാണുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് കൊറോണ വാക്സിനുകളെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഭാരത് ബയോടെക് വികസിപ്പിച്ചെടുക്കുന്ന കൊറോണയുടെ വാക്സിൻ, അപ്പോൾ അത് 60% എഫിഷ്യൻസി കാണിക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് ഭാരത് ബയോടെക്കിൻ്റെ ലേറ്റസ്റ്റായിട്ട് വന്ന അപ്ഡേറ്റുകളിൽ കാണാനുള്ളത്. അപ്പോൾ ഈ ഒരു വാക്സിനെ സംബന്ധിച്ചിടത്തോളം ഫേസ് 3 ട്രയൽസൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 26,000 വോളണ്ടിയേഴ്സിലാണ് ഇപ്പോൾ ഈ ഒരു വാക്സിൻ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യം ഫേസ് 1ൻ്റെയും ഫേസ് 2ൻ്റെയും അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ഒരു ഡാറ്റകൾ ഇതുവരെ ഇവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഇവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ 2021 മിഡ് ആകുമ്പോൾ ഏകദേശം 2021 സെപ്റ്റംബർ സെക്കൻഡ് ക്വാർട്ടറൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു വാക്സിൻ പുറത്ത് കൊണ്ടുവരാൻ സാധിക്കും എന്ന രീതിയിലാണ് ഇവരുടെ അപ്ഡേറ്റുകൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഒരു ഇതായിരുന്നു ഗിലിയഡ് സയൻസ് വികസിപ്പിച്ചെടുത്ത കൊറോണയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ റെംഡെസിവിർ. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുത്ത അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് നല്ലൊരു രോഗികളിലൊക്കെ നല്ല റിസൾട്ടുകൾ കാണിക്കുന്ന രീതിയിലാണ് അനൗൺസ്മെൻറ്റുകൾ കൊടുത്തിരുന്നുവെങ്കിലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്ന് വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഡോക്ടർ ഈ ഒരു മെഡിസിൻസൊക്കെ ഉപയോഗിക്കുന്നത് ഡോക്ടേഴ്സിനെ ഇതിൽ നിന്ന് ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കുന്ന രീതിയിലാണ് WHO ഭാഗത്തു നിന്ന് വന്ന അപ്ഡേറ്റുകളിൽ കാണുന്നത്. അതായത് ഈ ഒരു മെഡിസിൻ ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലുള്ളൊരു എഫിഷ്യൻസി അല്ലെങ്കിൽ ഇവർ പറഞ്ഞ പോലത്തെ ഒരു ഔട്ട്കം പേഷ്യൻറ്റുകളിൽ കാണിക്കുന്നില്ല എന്ന രീതിയിലാണ് WHO ഭാഗത്തു നിന്ന് വന്ന അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർത്തകളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട വിഷയം ഇതിനു മുമ്പ് വന്ന വാർത്തകളായിരുന്നു ഫൈസറിൻ്റെയും അതുപോലെ തന്നെ ചൈന, റഷ്യ ഇവരുടെയൊക്കെ ഒരു വാക്സിനുകളെല്ലാം തന്നെ 90% മുകളിലും 95% മുകളിലൊക്കെ എഫക്റ്റീവ്നെസ് കാണിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് കമ്പനികൾ പറഞ്ഞ അപ്ഡേറ്റുകൾ എന്നല്ലാതെ ഒരു മെഡിക്കൽ കമ്മ്യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്നോ മെഡിക്കൽ ഫോറത്തിൻ്റെ ഭാഗത്തു നിന്നോ പ്രസിദ്ധീകരിച്ച ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടില്ല. കമ്പനികൾ പറയുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു WHO ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു ഗിലിയഡ് സയൻസിൻ്റെ മെഡിസിനെതിരായിട്ടുള്ള ഒരു മൂവ് വന്നതിനെ തുടർന്ന് ഇങ്ങനത്തെ കുറച്ച് വാർത്തകൾക്ക് നമ്മൾക്കൊരു കൺഫേം ഒരു അഷ്യൂരിറ്റി കിട്ടേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ മിശ്ര ദത്തു നിഗം ഇപ്പോൾ ഈ ഒരു പബ്ലിക് സെക്ടർ കമ്പനിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഏകദേശം 10% സ്റ്റേക്ക് ഓഫർ ഫോർ സെയിലിൽ വെക്കാൻ പോകുന്നു, ഗവൺമെൻറ് ഓഫർ ഫോർ സെയിലിൽ വെക്കാൻ പോകുന്നു എന്നൊരു ന്യൂസ് അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2018 ഇതിൻ്റെ ഒരു IPO മാർക്കറ്റിൽ റിലീസായിരുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ ഈ ഒരു പബ്ലിക് സെക്ടറിലേക്ക് ഒരു ഡൈലൂഷൻ നടത്താൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത ഒരുപക്ഷേ ഈ ഒരു കമ്പനിയിൽ ഒരു ട്രേഡിംഗ് പോസിബിലിറ്റി തരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ എയർടെലിനെ സംബന്ധിച്ചിടത്തോളം സുനിൽ മിറ്റൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ താരിഫ് ഹൈക്ക് ഈ ഒരു സമയത്ത് പ്ലാൻ പ്രൈസൊക്കെ ഉയർത്തുന്നത് ഈ ഒരു സമയത്ത് അനിവാര്യമാണ്, നീഡാണ് എന്ന രീതിയിലൊരു അനൗൺസ്മെൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ടല്ല നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാനിലും താരിഫിലൊക്കെ ഹൈക്ക് വരുത്തണം എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം IBBICയിൽ അവർ ഏകദേശം 6.67% സ്റ്റേക്ക് 5 ലക്ഷം രൂപയുടെ ഒരു ഡീൽ പ്രകാരം 6.67% സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരാഴ്ച ശ്രദ്ധിക്കുകയാണെങ്കിൽ TCSൻ്റെ ഷെയർ ബൈബാക്കും വരുന്നുണ്ട്, അതുപോലെ തന്നെ മന്ത്ലി എക്സ്പയറിയുമാണ്. അപ്പോൾ അതൊക്കെ മാർക്കറ്റിൽ ഒരു വോളറ്റിലിറ്റി കൊടുക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. തീർച്ചയായിട്ടും ഈ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നും അനാലിസിസ് നടത്തുക. അപ്പോൾ അതിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. പുതിയ വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.